വെട്ടിലെടുത്ത് ചുറ്റിലും കൊണ്ട് തലക്കടിച്ച് നക്ഷത്രം വിളിക്കുന്ന അച്ചുമഹാമന്ത്രവാദി തിരുവടികൾ. എന്തിനാണ് എന്നെ വിളിപ്പിച്ചത്? എന്റെ പെണ്ണുമ്പോഴുടെ ബാധ അങ്ങൊന്ന് ഒഴിപ്പിക്കണം. അങ്ങനെ പെട്ടെന്നൊന്നും ബാധയെ ഒഴിപ്പിക്കാൻ പറ്റില്ല. അതെന്താണെന്നേ? ആദ്യം ലോക്കൽ കമ്മിറ്റിയിൽ ഒരു ഹോമകുണ്ടമുണ്ടാക്കി ജില്ലാ കമ്മിറ്റിയിൽ കൊണ്ടുപോയൊരു ഹോമം നടത്തി അവിടെ നിന്നും സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു പൂജ കഴിച്ച് കൊണ്ടുപോയി വ്രതമിരുന്ന് അവിടെ നിന്ന് അംഗീകാരം കിട്ടിയാൽ മാത്രമേ ബാധയെ ഒഴിപ്പിക്കാൻ പറ്റൂ. അത് പറയാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും ഒഴിപ്പിച്ചു തരണം. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഇറങ്ങി വാടി ബാധ. അങ്ങനെ വെറുതെ വിളിച്ച ബാധ ഇറങ്ങി വരില്ല. മന്ത്രം ചൊല്ലണം. ഓഹോ, ഇന്നാ പിടിച്ചോ. ലാസ്തലാം 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 ലാസ്തലാം. ഇൻകുലാബ് 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 ഇൻകുലാബ്. ഒന്നരിവാൾ അമ്പിളിയിൽ കല്ലെറിയുമ്പോളെ ഇറങ്ങി വാടി ബാധ. ഇത് ഞങ്ങളുടെ പാർട്ടിയുടെ ബാധയാണ്. ഈ ബാധയെ ഒഴിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതിലും വലിയ ബാധയായല്ലോ. ഇനി ഈ ബാധയൊക്കെ ഞാൻ എങ്ങനെ ഒഴിപ്പിക്കും? എന്റെ പൊന്നുകുമാരനേട്ടാ, ഇതിലും വലിയ ബാധ ഒഴിപ്പിച്ച ഒരാൾ എന്റെ കസ്റ്റഡിയിലുണ്ട്. അതാരാണെന്നോ? 3 വർഷമായിട്ട് കസേരയിൽ കയറി കൂടിയ ഒരു ബാധയുണ്ടല്ലോ, നിസ്സാര സമയം കൊണ്ട് ഒഴിപ്പിച്ചത് അയാള്. അതാരാണ് ഊഴേ? ഞാനാണ് ഊഴേ. അതെവിടെയുണ്ടോ? അവിടെ ആരുണ്ട്? തന്റെ വീട്ടിലുമുണ്ടല്ലോ 2 ബാധകൾ. താനിവിടെ ഉണ്ടായിരുന്നില്ലേ? താനിവിടെയോ ബാധ ഒഴിപ്പിക്കാൻ ചെന്നിട്ട് ആരോ കരിമൊഴി കാണിച്ചത് കേട്ടല്ലോ. അവിടെ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ചവിട്ടി അവന്മാരെ പെരുക്കിക്കളഞ്ഞേ. തനിക്കെന്നെ അത്രയ്ക്കിഷ്ടമാണല്ലേ? തന്നെ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. പിന്നെ കരിങ്കൊടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് തന്നെ നിന്നെ കാണിച്ച് ആ കൊടിയുടെ വില കളഞ്ഞല്ലോ എന്റെ ഗുരുവായൂരപ്പാ. നിങ്ങൾ ആ ബാധയെ ഒഴിപ്പിക്കും. എവിടെ ബാധ? അവളെ ഞാൻ എന്റെ തറവാട്ടിൽ കൊണ്ടുപോയി ഞാൻ തളക്കും. തന്റെ ഒരു തറവാട്. എടോ, ഞങ്ങളുടെ തറവാട്ടിനെ കുറിച്ച് തനിക്ക് അറിയില്ല. ഞങ്ങളുടെ തറവാട്ടിൽ സ്വാമി വിവേകാനന്ദൻ വരെ താമസിച്ചിട്ടുണ്ട്, അറിയാമോ? അതിനുശേഷമായിരിക്കും വിവേകാനന്ദൻ ഇങ്ങനെ പറഞ്ഞത്. വിവേകാനന്ദൻ എന്താ പറഞ്ഞത്? കേരളം ഒരു ഭ്രാന്താലയമാണെന്ന്. നാമ്പോടോ മരക്കഴുത്, നാമ്പോടോ കൊരങ്ങ, നാമ്പോടോ വിഡ്ഢി, നാമ്പോടോ പമ്പര വിഡ്ഢി, നാമ്പോടോ മരക്കഴുത്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഈ ബാധ ഇറങ്ങി വാടി ബാധേ. ഇത് ഞങ്ങളുടെ പാർട്ടിയുടെ ബാധയാണ്. ഇറങ്ങി വരരുത്. ഹൈക്കമാൻഡാണ് വിളിക്കുന്നത്. ഇറങ്ങി വരാൻ. പോളിറ്റ് ബ്യൂറോയാ പറയുന്നത് ഇറങ്ങി വരരുത്. ഞാനാ പറയുന്നത് ഇറങ്ങി വാടി ബാധേ. ഞാനാ പറയുന്നത് ഇറങ്ങി വാടി ഊഴേ അമൃതം. ഞാനാ പറയുന്നത് ഇറങ്ങി വരാൻ. ഇതെന്താ എവിടെയാണ് ബാധയാണ്? എന്തെങ്കിലും വരാത്തത്? അവൾ വന്നെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. അതെന്ത് വഴിയാണ്? അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതിയിലുണ്ട്. അതിലെ ഒരു പാട്ടിട്ടാ മാത്രം മതി. എന്നാ വേഗം പാട്ട് കേൾപ്പിക്ക്. ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് അവൾ വരുന്നുണ്ട്. ഈ ബാലേ ഇന്നോടെ പറഞ്ഞത് ഒഴുകി പോവാൻ. ഇല്ല, ഞാൻ ഒഴുകി പോകില്ല. എന്റെ ഗുരുവായൂരപ്പ, എന്റെ മകനുടെ അതേ സ്വഭാവം. എടി ഇങ്ങോട്ട് വരാൻ. എടി ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. എന്റെ മകന്റെ അതേ സ്വഭാവം. എടി
അയ്യോ എന്റെ ദൈവമേ, എവിടെ ചെന്നാലും ഈ പാട്ടാണല്ലോ. ഈ പാട്ടൊന്ന് നിർത്തി തരണേ, ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാവേ. എന്നോടാ കളി.